പക്ഷേ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന പണ്ട് അത്ഭുതക്കുട്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ബി ജെ പിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൂടാണ്ട് ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആവുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ബി ജെ പിക്കാർ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ബി ജെ പിയുടെ പൊതുവേദികളിൽ പോലും അടുപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്ത് സ്വീകാര്യതയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. സെൽവരാജ് ഇപ്പോൾ അവിടെ KPCC ഓഫീസിൽ ചായ കൊടുക്കാൻ പോലും അദ്ദേഹത്തെ കയറ്റുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹവും കോൺഗ്രസ് എസിൻ്റെ വലിയൊരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹവും കോൺഗ്രസ് എസ് വിട്ടതിന് ശേഷം നേരെ പോയത് എങ്ങോട്ടാണ്? നേരെ പോയത് അദ്ദേഹം കോൺഗ്രസിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക്, അതായത് ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും BJPയിലേക്കും പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. CP ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMനകത്ത് ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPMന്റെ ദേശീയ സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. CP ജോണിനെ പോലെയുള്ള ഒരാളെ പോലും UDF അവഗണിച്ച് കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. CPMൽ തന്നെ പോയ ഒരാളാണല്ലോ അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്നത്. അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അതിനുശേഷം അദ്ദേഹത്തെ ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയത് അദ്ദേഹം BJPയിൽ എത്തിയതിനു ശേഷമല്ലേ? അദ്ദേഹം BJPയിൽ എത്തിയതിനു ശേഷം ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കാർ വാർഡുകളിൽ പ്രചരണം നടത്താനുള്ള ഒരു ടൂളാക്കി അൽഫോൺസ് കണ്ണന്താനത്തെ മാറ്റി എന്നുള്ളതാണ്. ആ കോൺഗ്രസിനകത്തേക്ക് ഇനി ആര് ചെന്ന് കയറിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആര് ചെന്ന് കയറിക്കഴിഞ്ഞാലും അവർ ഒരു ടൂൾ മാത്രമായിരിക്കും. നമസ്കാരം. ഇടതുപക്ഷം വിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ജനപ്രിയരായിരുന്നവരും ജനസമ്മതരായിരുന്നവരും ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിൽ നിന്നും അവരൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറിയതിനു ശേഷം നിലവിൽ അവരുടെയൊക്കെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? നിലവിൽ അവരൊക്കെ മുഖ്യധാരയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ? CPM വിട്ട് പുറത്തേക്ക് പോയേക്കുന്ന ആളുകളുടെ തന്നെ കണക്ക് നമുക്ക് ആദ്യം എടുക്കാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സഖാവ് MV രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ CPM എന്നുള്ള പുറത്തേക്ക് പോക്കാണ്. അതുപോലെ തന്നെ KR ഗൗരിയമ്മയുടെ പിരിഞ്ഞു പോക്കാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ന് നമുക്കിടയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടുപേരും സഖാവ് ഗൗരിയമ്മയും അതോടൊപ്പം തന്നെ സഖാവ് MV രാഘവനും അവസാന നാളുകളിൽ CPMലേക്ക് തന്നെ തിരിച്ചെത്തുന്ന കാഴ്ചയും നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ, അതായത് കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള CPM നേതാക്കന്മാരുടെ അല്ലെങ്കിൽ BJPയിലേക്ക് പോയിട്ടുള്ള CPM നേതാക്കന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി. കണ്ണൂരിൽ നിന്ന് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ലോക്സഭ MP ആവുന്നതും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം CPM വിട്ടിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം MLA ആയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് നേരെ BJPയിലേക്ക് ദേശീയ മുസ്ലിമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. BJPയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൂടാണ്ട് BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആവുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന പണ്ട് അത്ഭുതക്കുട്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഒരു ഉത്തരം തന്നെയാണ് വരുന്നത്. ഇന്ന് BJPക്കാർ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ BJPയുടെ പൊതുവേദികളിൽ പോലും അടുപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്ത് സ്വീകാര്യതയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോഴത്തേക്കും മറ്റൊരു പ്രധാനപ്പെട്ട സഖാവായിരുന്നു സെൽവരാജ് നെയ്യാറ്റിൻകരയിൽ MLA ആയിട്ടിരിക്കുന്ന സമയത്താണ് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള CPM MLA ആയിരുന്നു സെൽവരാജ് എന്ന് പറയുന്നത്. സെൽവരാജ് രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അതിനുശേഷം പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ വേണ്ടിയിട്ട് സെൽവരാജിന് സാധിച്ചിട്ടില്ല. സെൽവരാജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസ് നടത്തുന്ന സമര പരിപാടികളിൽ വേദിയിൽ പോലും അദ്ദേഹത്തിന് സീറ്റില്ല. അദ്ദേഹം വന്നിരിക്കേണ്ടി വരുന്നത് പൊതുജനങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകാം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സ്ഥാനവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, ഒരു അംഗീകാരവും അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഭരണസമയത്ത് 2011 ആ ഭരണസമയത്ത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല എങ്കിൽ 71 അംഗങ്ങൾ മാത്രമുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആ മിനിസ്ട്രിയിൽ PC ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തെ അവിടുന്ന്
പിക്ക് ചെയ്ത് രാജിവെപ്പിച്ച് വീണ്ടും നെയ്യാറ്റിൻകരയിൽ മത്സരം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതായത് ഒരു കാലുമാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി സൃഷ്ടിച്ച വ്യക്തിയാണ് സെൽവരാജ് എന്ന് പറയേണ്ടി വരും. ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സെൽവരാജ് ഇപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? സെൽവരാജ് ഇപ്പോൾ അവിടെ KPCC ഓഫീസിൽ ചായ കൊടുക്കാൻ പോലും അദ്ദേഹത്തെ കയറ്റുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എസിൽ നിന്ന് പോയിട്ടുള്ള VC കബീർ മാസ്റ്റർ, അതായത് AC ഷൺമുഖദാസ് സാറിനോട് ഈ VC കബീർ ചെന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മന്ത്രിയാവാനായിട്ടൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് VC കബീർ മാസ്റ്റർ പാവമല്ലേ, അദ്ദേഹം മന്ത്രി ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസ്ഥാനം മാറിക്കൊടുത്ത ആളാണ് AC ഷൺമുഖദാസ്. VC കബീർ മാസ്റ്റർ മന്ത്രിയായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് എസിനകത്തുള്ള പ്രശ്നങ്ങൾ മൂലം പിന്നീട് അദ്ദേഹം മന്ത്രിസ്ഥാനവും രാജിവെക്കുന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് ഈ കോൺഗ്രസ് എസിനകത്ത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒറ്റപ്പാലത്തൊക്കെ വളരെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് കരുതിയിട്ട് VC കബീർ മാസ്റ്റർ എന്ന് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് എസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം നേരെ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസിൽ ചേർന്ന കബീർ മാസ്റ്ററുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മന്ത്രിയും MLA ആയിരുന്ന VC കബീർ മാസ്റ്റർക്ക് സദസ്സിലിരിക്കേണ്ട അവസ്ഥയുള്ളത്. അദ്ദേഹത്തിന് KPCC സ്ഥാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് DCC എന്തെങ്കിലും ചുമതലകളുണ്ടോ? ഇല്ല. ഇനി ഏതെങ്കിലും കോൺഗ്രസിന്റെ ഏതെങ്കിലും പോഷക സംഘടനകളുടെ ഭാരവാഹിത്വമുണ്ടോ? ഇല്ല. ഇതാണ് VC കബീർ മാസ്റ്ററുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തു നിന്ന് പോയ മറ്റൊരു വലിയ കക്ഷിയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എസിൽ നിന്ന് പോയ മറ്റൊരാളാണ് ശങ്കരനാരായണ പിള്ള എന്ന് പറയുന്ന മന്ത്രി. അദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹം 3 പ്രാവശ്യം കൊണ്ട് മന്ത്രിയായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ഗതാഗത വകുപ്പൊക്കെ ഭരിച്ചിട്ടുള്ളൊരു മന്ത്രിയാണ്. അറിയപ്പെടുന്ന കേരളത്തിലെ നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ പോയി ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയോ? ഒരു അംഗീകാരവും കിട്ടിയില്ലല്ലോ. ഒരു സമയത്തുണ്ടാവുന്ന ഒരു വാർത്ത, ഒരു ട്രെൻഡ്, അതായത് ഒരു ഇലക്ഷന്റെ തൊട്ട് മുമ്പായിട്ടുണ്ടാകുന്ന ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വാർത്ത അല്ലെങ്കിൽ 2 ദിവസത്തെ വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ടു പോയെന്നേ. ശങ്കരനാരായണ പിള്ള സാർ ഇപ്പോൾ നമ്മളുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കരകുളം കൃഷ്ണപിള്ള. അദ്ദേഹവും കോൺഗ്രസ് എസിന്റെ വലിയൊരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹവും കോൺഗ്രസ് എസ് വിട്ടതിന് ശേഷം നേരെ പോയത് എങ്ങോട്ടാണ്? നേരെ പോയത് അദ്ദേഹം കോൺഗ്രസിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുന്ന സമയത്ത് ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക്, അതായത് ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും BJPയിലേക്കും പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പരിശോധിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് CP ജോൺ. CP ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMനകത്ത് ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CPMന്റെ ദേശീയ സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഒന്നുമല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള CP ജോൺ ആസൂത്രണ കമ്മീഷൻ അംഗമായി എന്നതിനപ്പുറത്തേക്ക് മറ്റെന്ത് നേട്ടമാണ് UDFന്റെ കൂടെ കൂടിയതിനു ശേഷം ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിന് UDF ജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റെങ്കിലും നൽകുന്നുണ്ടോ? കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഓരോ ടൈമും മാറി മാറിയാണ്. ഒരു പ്രാവശ്യം UDF ആണെങ്കിൽ അടുത്ത പ്രാവശ്യം LDF. ആ രീതിയിലുള്ള കേരളത്തിൽ ഭരണം വന്നുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റം സംഭവിച്ച ഇലക്ഷനായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. 2021 UDF അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ പോലും UDF സുരക്ഷിതമായ ഒരു സീറ്റ് CP ജോണിന് നൽകിയോ? ഇന്നിപ്പോൾ CP ജോൺ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തെ ഏതു വിധേനയും പുകച്ചു പുറത്തു കാണിക്കാൻ വേണ്ടി UDF പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഏറ്റവും കരുത്തും ശക്തിയുമായിട്ട് നിന്നിരുന്ന ആളായിരുന്നു CP ജോൺ അല്ലായിരുന്നു. തലയ്ക്കകത്ത് അല്പമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് CP ജോൺ അല്ലേ? എനിക്കൊന്ന് UDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ടാണ് CP ജോൺ എന്ന് തോന്നുന്നു. അതിൻ്റെ അത് സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊരു ഉപസമിതിയൊക്കെ ഉണ്ട്. ആ ഉപസമിതിയുടെ അധ്യക്ഷനും പുള്ളിയാണ് എന്നെനിക്ക് തോന്നുന്നു. സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് എത്ര വിശാലമാണ് എന്നറിയാമോ? അദ്ദേഹത്തിന്റെ ആ അറിവിനെ ഒന്നും UDF ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് CP ജോണിനെ പോലെയുള്ള ഒരാളെ പോലും UDF അവഗണിച്ച് കളയുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. പിന്നെയും ഉണ്ടെന്ന്, അതായത് പ്രവീൺ കുമാർ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഏതൊരു യുവജന സംഘടനയുടെ കോൺഗ്രസ് എസിന്റെ തന്നെയായിരുന്നു, കടന്നപ്പള്ളി രാമചന്ദ്രന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു പ്രവീൺ കുമാർ എന്ന് പറയുന്നയാൾ. ഈ പ്രവീൺ കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പം എനിക്കൊന്ന് സംസ്കാര സാഹിത്യയുടെ എന്തോ സംസ്ഥാന കൺവീനറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ MLA ഒക്കെ ആകേണ്ടിയിരുന്ന വ്യക്തികളാണ്. ഈ ഇടതുപക്ഷത്തെ ഒരു പ്രാവശ്യം അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ UDFന്റെ ഭാഗമാവുകയും അല്ലെങ്കിൽ BJP പോവുകയൊക്കെ ചെയ്തതിനു ശേഷം അവരുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം നോക്കിക്കേ. അനിൽകുമാർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് CPMന്റെ ഒരു സഹയാത്രികനാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ബോർഡിന്റെ ചെയർമാനാണ്.
അതോടൊപ്പം തന്നെ പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത്, സരിൻ, ഇവർക്കൊക്കെ CPM നൽകുന്ന ഒരു അംഗീകാരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മറിച്ച് കോൺഗ്രസിൽ പോയവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, BJPയിൽ പോയവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. CPMൽ തന്നെ പോയ ഒരാളാണല്ലോ അൽഫോൻസ് കണ്ണന്താനം എന്ന് പറയുന്നത്. അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അൽഫോൻസ് കണ്ണന്താനത്തെ ഒരു പ്രാവശ്യം കേന്ദ്രമന്ത്രിയാക്കി. ഒരുപക്ഷെ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിന്നിരുന്നതെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വ്യക്തിയല്ലേ അദ്ദേഹം? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഒരുപക്ഷെ മന്ത്രിയായിട്ടിരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ അദ്ദേഹം? പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കേണ്ട ഒരു വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹത്തെ ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയത് അദ്ദേഹം BJPയിൽ എത്തിയതിനു ശേഷമല്ലേ? അദ്ദേഹം BJPയിൽ എത്തിയതിനു ശേഷം ഈ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPക്കാർ വാർഡുകളിൽ പ്രചരണം നടത്താനുള്ള ഒരു ടൂളാക്കി അൽഫോൺസ് കണ്ണന്താനത്തെ മാറ്റി എന്നുള്ളതാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അവിടെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു തീർത്തും ലോക്കൽ മൈൻഡിലേക്ക് അൽഫോൺസ് കണ്ണന്താനത്തെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാ ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രൻ അദ്ദേഹം BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം തുടക്ക കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ ഒരു പരിഗണനകൾ നൽകുന്നുണ്ട് എങ്കിലും പിൻകാലത്ത് ആ പരിഗണന മുന്നോട്ടുള്ള യാത്രയിൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഈ രാജേന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ BJPയിലേക്ക് പോകുമ്പോൾ ആദ്യ തുടക്കത്തിലൊക്കെ ഒന്ന് കുറച്ച് പരിപോഷിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമെങ്കിലും എനിക്ക് തോന്നുന്നില്ല പിന്നീടുള്ള ഒരു ടൈമിൽ ആ അർഹിച്ച പിന്തുണയും അംഗീകാരവും അവർക്കൊക്കെ കിട്ടുമെന്ന്. BJPയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ രാജേന്ദ്രനും അതേ അവസ്ഥ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് തന്നെ ഒരുപാട് ആളുകളുണ്ട്. ആ കോൺഗ്രസിനകത്തേക്ക് ഇനി ആര് ചെന്ന് കയറിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആര് ചെന്ന് കയറിക്കഴിഞ്ഞാലും അവർ ഒരു ടൂൾ മാത്രമായിരിക്കും. അതായത് UDFനെ സംബന്ധിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാക്കി ഇവരെ ഉപയോഗിക്കും. ഈ പറയുന്ന പ്രേംകുമാർ ഇപ്പോൾ പോകുന്നു, അതോടൊപ്പം തന്നെ ചേർത്തല ജയം പോകുന്നു. കാരണം ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പോയതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ് എന്നുണ്ടെങ്കിൽ, ഇവരെ പോലെയുള്ള പെട്ടുപിടുത്തക്കാർ പോയി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. ഇത് പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കാരണം തങ്ങൾക്ക് മുമ്പേ കോൺഗ്രസിൽ പോയിട്ടുള്ള, തങ്ങൾക്ക് മുമ്പേ BJPയിൽ പോയിട്ടുള്ള ആളുകളുടെ നിലവിലത്തെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുക. അതേസമയം കോൺഗ്രസിനകത്തു നിന്ന് CPMലേക്ക് പോയിട്ടുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കാം. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, എന്നാൽ അവിടെ എത്തിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു ഗതികേട് ഈ പറഞ്ഞ ആളുകൾക്ക്, പുതിയതായിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.